ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അരി വെള്ളം, 1 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പിടുക, ഒരു അര സ്പൂണ് ഗരം മസാലപ്പൊടി, കുറച്ച് നാരങ്ങ നമ്മളതിൽ പിഴിഞ്ഞ് ഒഴിക്കുക, ബീൻസ്, ക്യാരറ്റ്, മുറിച്ച് വെച്ച ബീൻസും ക്യാരറ്റും, ഒരു 4 ബീൻസും എടുത്തിട്ടുണ്ട്, ഒരു അര കഷ്ണം ക്യാരറ്റും, കുറച്ച് തൈര്, ഒരു 2-3 സ്പൂൺ തൈര്, കുറച്ച് വലിയ ഉള്ളി, നമ്മൾ സവാള അരിഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. കുക്കറ് നമ്മൾ വയ്ക്കുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് കരിയാൻ പാടില്ല, നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം, നല്ല ഒരു സ്വാദുണ്ടാവും. ഒന്ന് വറുത്തെടുക്കാം, ഒരു ബ്രൗൺ കളർ ആവുന്നത്. ഇതൊക്കെ ഏകദേശം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് അതിലിട്ടിട്ട് അതിലിട്ട് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് ബ്രൗൺ കളർ നമ്മൾ ഇറച്ചിയൊന്നും നമ്മളില്ല, അപ്പോൾ കുറച്ച് സാധനങ്ങളെ കയ്യിലുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റിയെടുക്കാം. കുറച്ചുകൂടെ നെയ്യ്, നമുക്ക് സവാളയും വറുത്തെടുക്കേണ്ട സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം. ഈ സവാള, നമ്മൾ അരിഞ്ഞിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറാണോ നന്നായി വറുത്തെടുക്കുക. ബ്രൗൺ കളറാണോ നന്നായിട്ടുണ്ട് വറുത്തെടുക്കണതെന്ന്. വഴറ്റി അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ബ്രൗൺ കളർ ആവില്ല, പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. അതിനുവേണ്ടി ഇത് ശരിക്കും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റിയെടുക്കാം. റൈസ് ആവുന്നുണ്ട്. നമ്മളാക്കി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് പാത്രത്തിൽ കൊണ്ടിക്കൊടുക്കണം. നമ്മൾ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം മുകളിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കിസ്മിസ്, ബ്രെഡിൻ്റെ ക്രംസ് എല്ലാം ഒന്ന് മുകളിൽ തൂവി കൊടുക്കാം. എല്ലാം എല്ലാം കൂടെ. ഇനി ഉള്ളി നമ്മൾ മുരിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില എൻ്റെ ഇല്ല, അവിടെ മല്ലിയില ഇട്ടിട്ടില്ല. ഇതിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഗാർണിഷിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ മുകളിൽ കിഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്